വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും എന്ന പാഠഭാഗത്തിൻ്റെ 3ാം പാർട്ടാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിലൂടെ ഭൂമിയുടെ ഷേപ്പ് എന്താണെന്നും എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നും അതുമായി ബന്ധപ്പെട്ട ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കുന്നത് ഭൂമിയുടെ മൂവ്മെൻറ്റ്സ്, ഭൂമിയുടെ മോഷൻസിനെ കുറിച്ചിട്ടാണ്. ആ മോഷൻസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡേ ആൻഡ് നൈറ്റ്, അതുപോലെ ചേഞ്ചിങ് സീസൺസ് എന്നീ 2 ടോപ്പിക്കുകൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ മോഷൻസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ചലനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ദ എർത്ത് ഹാസ് 2 ടൈപ്സ് ഓഫ് മോഷൻസ്. ഭൂമിക്ക് 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട്. ദേ ആർ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. അവയാണ് റൊട്ടേഷനും റെവല്യൂഷനും. റൊട്ടേഷൻ മീൻസ് ഭ്രമണം, റെവല്യൂഷൻ മീൻസ് പരിക്രമണം. Now we are going to discuss about rotation. So first point, the movement of the earth on its own axis is called rotation. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും അല്ലേ? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണ്. ഈ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. Next point, the earth takes 24 hours to complete one rotation. ഒരു റൊട്ടേഷൻ, അതായത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. ഒരു വട്ടം ഭൂമി സ്വയം ഒന്ന് ചുറ്റിക്കറങ്ങാൻ 24 മണിക്കൂർ വേണം. The earth is rotates from west to east. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ്, പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഭൂമിയുടെ ഒരു വശത്ത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന പിക്ചറും മറ്റൊരു വശത്ത് അതേ സമയത്ത് തന്നെ മറ്റൊരു കുട്ടി കിടന്നിറങ്ങുന്ന ഒരു ചിത്രവുമാണ്. ഭൂമിയുടെ 2 ഫേസസിൽ 2 ഭാഗങ്ങളിലായിട്ടുള്ള ജനങ്ങളുടെ ഒരു ചെറിയൊരു പിക്ചറൈസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അലീന ആൻഡ് അമ്മു ആർ 2 children living at places located on almost opposite faces of the earth. ഭൂമിയുടെ ഏകദേശം 2 വിപരീത വശങ്ങളിലായിട്ട് താമസിക്കുന്ന 2 പേരാണ് ആരൊക്കെ? അമ്മുവും അലീനയും. അലീന lives in California in the USA. അലീന താമസിക്കുന്നത് USA-യിലാണ്, കാലിഫോർണിയയിലാണ്. ആൻഡ് അമ്മു ലിവ്സ് ഇൻ കേരള. അമ്മു താമസിക്കുന്നതോ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഫ്രം ദ ഗ്ലോബ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഗ്ലോബ് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും നേരെ ഓപ്പോസിറ്റ് ഫേസിലാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ലൊക്കേറ്റ് ചെയ്യുന്നത്. USA-യിൽ, സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ രാത്രിയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത് പകലാണ് അല്ലേ? അതാണ് ഒരു വശത്തൊരു കുട്ടി കിടന്നിറങ്ങുന്നതായിട്ടും മറ്റൊരു വശത്തൊരു കുട്ടി സ്കൂളിൽ പോകുന്നതായിട്ടും ചിത്രം നിങ്ങൾ കണ്ടത്. While Ammu goes to school in the morning, Alina is sleeping at night. കേരളത്തിൽ അമ്മു സ്കൂളിലോട്ട് പോകുമ്പോൾ കാലിഫോർണിയയിലെ അമ്മു അവിടെ കിടന്നുറങ്ങുകയാണ് അല്ലേ? While Alina goes to school in the morning, it will be night at Ammu's place. എന്നാൽ അലീന സ്കൂളിലോട്ട് പോകുന്ന സമയത്തോ അമ്മു എവിടെയാണോ? അമ്മു കേരളത്തിലാണല്ലേ? സോ അമ്മുവിന്, അതായത് നമ്മുടെ കേരളത്തിൽ നമുക്ക് അപ്പം എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും, രാത്രി ആയിരിക്കും. When it is day on one face of the earth, the opposite face experiences night. ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ മറുഭാഗത്ത് രാത്രിയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ഒരു ചെറിയ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്തു നോക്കിയാലോ? ഒരു ഗ്ലോബിൻ്റെ ഒരു വശത്തോട്ട് മാത്രമായിട്ട്
എന്തെങ്കിലും ഒരു പ്രകാശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ടോർച്ചിൻ്റെ ലൈറ്റോ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റോ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ ആ ഫ്ലാഷ് എത്തുന്ന ഭാഗം, ലൈറ്റ് എത്തുന്ന ഭാഗം നന്നായിട്ട് പ്രകാശിക്കും അല്ലേ? ആ ഭാഗം നന്നായിട്ട് ഇല്ലുമിനേറ്റഡ് ആയിരിക്കും. ഗ്ലോബിൻ്റെ പ്രകാശം തട്ടാത്ത അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമുണ്ട്. അവിടെ നമുക്ക് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഡാർക്കായിട്ടായിരിക്കും, ഇരുട്ടായിട്ടായിരിക്കും. നമ്മുടെ ഇവിടെ ഈ ഒരു പിക്ചറിൽ കൊടുത്ത പോലെ ടോർച്ചിൻ്റെ ലൈറ്റ് എത്തുന്ന ഭാഗം ഇല്ലുമിനേറ്റഡ് ആവുകയും അതിൻ്റെ മറുവശത്ത് ഡാർക്കായിട്ടുമായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു കൈ കൊണ്ട് നിങ്ങൾ ടോർച്ച് അടിച്ചുകൊണ്ട് മറ്റൊരു കൈ കൊണ്ട് ഗ്ലോബിനെ നിങ്ങളൊന്ന് പതിയെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ഭൂമി അതിൻ്റെ ആക്സിസിൽ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. മെല്ലെ നിങ്ങൾക്ക് കറക്കി നോക്കുമ്പോൾ ഇല്ലുമിനേറ്റഡ് ആവുന്ന ഫേസസ് കറങ്ങുമ്പോൾ ഇല്ലുമിനേറ്റഡ് ആകുന്ന ഫേസസ് ഡാർക്കായിട്ട് മാറും, ഡാർക്കായ ഫേസസ് ഇല്ലുമിനേറ്റഡ് ആയി മാറും അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ഭൂമിയിൽ നൈറ്റും ഡേയും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും? ഫസ്റ്റ് പോയിന്റ്, ഡേ ആൻഡ് നൈറ്റ് ആർ എക്സ്പീരിയൻസസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത്. സോ ഡ്യൂ ടു റൊട്ടേഷൻ the part of the earth facing the sunlight gets illuminated and experiences day. ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായി സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, but the opposite phase do not get sunlight, so night is experienced there. എന്നാൽ മറുഭാഗത്ത് സൂര്യപ്രകാശം ലഭ്യമാകാത്തതിനാൽ ആ ഭാഗത്ത് രാത്രിയായിരിക്കും അനുഭവപ്പെടുക. സൺലൈറ്റ് എവിടേക്കാണോ തട്ടുന്നത് ആ ഭാഗം കൂടുതൽ ഇല്ലുമിനേറ്റഡ് ആകും. ആ ഭാഗം അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡേയും അതിൻ്റെ നേരെ മറുവശത്ത് ഡാർക്കായിരിക്കും, അവിടെ നൈറ്റും എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സൺലൈറ്റ് പതിക്കുന്ന ഭാഗത്ത് അവിടെ ഇല്ലുമിനേറ്റഡ് ആണ് അല്ലേ, പ്രകാശിക്കുന്നുണ്ട്. ആ ഭാഗത്ത് അനുഭവപ്പെടുന്നത് ഡേ ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ മറുവശത്ത് നോക്കൂ, അവിടെ കുറച്ച് ഡാർക്കായിട്ട് ഇരുട്ടുപോലെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ആ വശത്ത് അനുഭവപ്പെടുന്നത് നൈറ്റാണ്, രാത്രിയാണ്. ഓക്കെ, രാത്രിയും പകലും ഭൂമിയിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭൂമിയുടെ റൊട്ടേഷനാണ്. Our next topic, sunrise and sunset, സൂര്യോദയവും സൂര്യാസ്തമയവും. The change in the position of the sun is experienced due to the rotation of the earth. ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ടാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും ബിൽഡിങ്സും മറ്റു എന്തൊക്കെയാണോ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കാണുന്നത് അവയെല്ലാം നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും അതങ്ങനെ ചലിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. സോ അതുപോലെയാണ് ഭൂമിയിൽ സൂര്യൻ്റെ ഉദയവും സൂര്യാസ്തമയവും. The sun, which is far away from the earth, seems to rise in the east and set in the west. ഭൂമിയിൽ നിന്നും വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതായിട്ടും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും നമുക്ക് തോന്നാറുണ്ട് അല്ലേ. It is because of the rotation of the earth from west to east that the sun seems to rise in the east and set in the west. ഭൂമിയുടെ റൊട്ടേഷൻ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്ക് ഉദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, അസ്തമിക്കുന്നത് വെസ്റ്റ് ഭാഗത്താണ്. ഭൂമിയുടെ റൊട്ടേഷൻ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ്. Here is a simple question for you. Haven't you noticed the changes in the shadows over the day?
പകൽ വിവിധ സമയങ്ങളിലെ നിങ്ങളുടെ നിഴലിനും മാറ്റങ്ങൾ നിങ്ങൾ കാണാറില്ലേ? ഉണ്ടല്ലേ. നമ്മുടെ നിഴലിൻ്റെ പൊസിഷൻ എപ്പോഴും സണ്ണിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സണ്ണ് ഒരു വശത്താണെങ്കിൽ നിഴൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. What is your question? Draw the sun at the proper positions with reference to the shadows given. ഓരോ ചിത്രത്തിലെയും നിഴലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സൂര്യൻ്റെ സ്ഥാനം നിങ്ങൾ വരച്ച് കൊടുക്കണം. ഇവിടെ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിഴലുകൾക്ക് ഓപ്പോസിറ്റാണ് നിങ്ങൾ സണ്ണിനെ വരയ്ക്കേണ്ടത്. ഷാഡോസും സണ്ണിൻ്റെ പൊസിഷനും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതുപോലെ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. Our next topic is revolution. The another motion of the earth is the revolution. എർത്തിന് 2 ചലനങ്ങളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? അതിൽ രണ്ടാമത്തെ മോഷനാണ് റെവല്യൂഷൻ. What is revolution? The movement of the earth around the sun is known as the revolution. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ചലനത്തെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. To complete one revolution, the earth takes 365 quarter days. ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഭൂമിക്ക് സൂര്യനെ ഒരു തവണ ഒന്ന് കംപ്ലീറ്റ് ചുറ്റി വരാൻ 365 ഡേയ്സ് വേണം. ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും അല്ലേ? ഭൂമി സൂര്യനെ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെവല്യൂഷൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. Third point, the speed of revolution of the earth is 96,000 km/h. മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയുടെ റെവല്യൂഷൻ നടക്കുന്നത്. ഏകദേശം 1,00,000 അടുത്താണ് ഒരു മണിക്കൂറിൽ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുമ്പോഴുള്ള സ്പീഡ്. അവർ നെക്സ്റ്റ് ടോപ്പിക്, ചേഞ്ചിങ് സീസൺസ്, മാറുന്ന കാലങ്ങൾ. What all changes occur in our surroundings in a single year? ഒരു വർഷത്തിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റിലും അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൈനി സീസൺ ബിഗിൻസ് വിത്ത് ദ റീ ഓപ്പണിംഗ് ഓഫ് സ്കൂൾസ്. സ്കൂൾ ജൂൺ മാസത്തിൽ തുറക്കുന്ന സമയത്ത് നല്ല മഴക്കാലം നിങ്ങൾ കാണാറുണ്ടോ? ഇൻ്റർമിറ്റൻറ്റ് റൈൻ കണ്ടിന്യൂസ് ഫോർ 4 to 5 months. ഏകദേശം 3-4 മാസങ്ങളോളമൊക്കെ ഇടയ്ക്കിടെ മഴ പെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ദെൻ ഗ്രാജുവലി ഇറ്റ് ഗ്രോസ് കോൾഡ്. പിന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ വരും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഹോട്ട്. അതിനുശേഷം നല്ല ചൂടുള്ള കാലാവസ്ഥയും വരും, അതായത് സമ്മർ സീസൺ വരും. സം ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ബിയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. മരങ്ങളിൽ ചിലത് അതിൻ്റെ ഇലക്ക പൊഴിക്കും, പൂവുകൾ പുഷ്പിക്കും, ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കായ്ച്ച് നിൽക്കുകയും ചെയ്യും. ആ സീസണാണ് സ്പ്രിംഗ് സീസൺ. ഡു യു നോ വൈ ദീസ് സീസണൽ ചേഞ്ചസ് ഒക്കേഴ്സ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സീസണുകൾ മാറി മാറി അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? It is due to the revolution of the earth that we experience different seasons. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവിധ സീസണുകൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഡേയും നൈറ്റും സൺറൈസും സൺസെറ്റുമെല്ലാം റൊട്ടേഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ സീസണുകളുടെ ചേഞ്ചസ് റെവല്യൂഷൻ്റെ ഫലമായിട്ടാണ് നമുക്കുണ്ടാകുന്നത്. In your textbook you can see in 2 important boxes. First box, wow, what is speed? Do you know the average speed of an aeroplane? ഒരു വിമാനത്തിൻ്റെ വേഗത എത്രയെന്നറിയാമോ? It is about 560 km/h. മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്ററാണ് ഒരു വിമാനത്തിൻ്റെ വേഗത. But the speed of the revolution of the earth is 96,000 km/h. എന്നാൽ ഭൂമി സൂര്യനെ ഒരു മണിക്കൂറിൽ ചുറ്റുന്നത്
96,000 km/h ആണ്. ഒരു മണിക്കൂറിൽ 96,000 കിലോമീറ്റർ ആണ്. ലുക്ക് അറ്റ് യുവർ നെക്സ്റ്റ് ബോക്സ്. ലീപ് ഇയർ, അതിവർഷം. ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ദ എർത്ത് ടേക്സ് 365 കൊരഡൈസ്. ഒരു റവല്യൂഷൻ പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസങ്ങൾ വേണ്ടിവരും. ബട്ട് എ ഇയർ നോർമലി ഹാസ് 365 ഡേയ്സ്. നോർമലി ഒരു വർഷത്തിന് 365 ദിവസമാണ് ഉള്ളത്. ദ റിമൈനിങ് ക്വാർട്ടർ പാർട്ട് ഓഫ് എ ഡേ വിൽ ബി കൺസിഡേർഡ് ആസ് എ ഫുൾ ഡേ വൺസ് ഇൻ എവറി 4 years. ബാക്കിയുള്ള ആ ഒരു ക്വാർട്ടർ ഡേയ്സ് ഉണ്ട്, കാൽ ദിവസമുണ്ട്, അത് 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി നമ്മൾ പരിഗണിക്കുന്നു. Thus, every 4th year has 366 days and is called a leap year. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഈ വർഷത്തെയാണ് നമ്മൾ ലീപ് ഇയർ അഥവാ അതിവർഷം എന്ന് വിളിക്കുന്നത്. Summary part of this chapter. First point, the unique shape of the earth is called geoid. ഭൂമിയുടെ യുണീക്ക് ഷേപ്പിനെ വിളിക്കുന്നത് ജിയോയിഡ് എന്നാണ്. സെക്കൻഡ് പോയിന്റ്, ദ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ബേസ്ഡ് ഓൺ ദ ആംഗുലർ ഡിസ്റ്റൻസസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഭൂമിയുടെ സെൻറ്ററിൽ നിന്നുള്ള കോണീയ അകലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സാങ്കല്പികമായിട്ട് വരച്ചിട്ടുള്ള രേഖകളാണ്. തേർഡ് പോയിന്റ്, the locations on the earth are determined based on the lines of latitude and longitude. ഭൂമിയിൽ അക്ഷാംശ രേഖാംശ രേഖകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ലൊക്കേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ബൈ ദ റൊട്ടേഷൻ ആൻഡ് സീസൺസ് ആർ കോസ്ഡ് ബൈ ദി റവല്യൂഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷൻ്റെ ഫലമായിട്ട് ഡേ ആൻഡ് നൈറ്റും റവല്യൂഷൻ്റെ ഫലമായിട്ട് സീസണൽ ചേഞ്ചസും ഉണ്ടാകുന്നു. Now we are going to discuss let us assess part. First question, name the unique shape of the earth. ഭൂമിയുടെ പ്രത്യേകമായ ഷേപ്പിൻ്റെ പേരെന്താണ്? ജിയോയിഡ്. Explain the characteristics features of the shape. ഈ ജിയോയിഡ് ഷേപ്പിൻ്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിയോയിഡ് ഷേപ്പാണ്. എന്താണ് ജിയോയിഡ് ഷേപ്പ്? ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജഡ് അറ്റ് ദ ഇക്വേറ്റർ ഈസ് നോൺ ആസ് ജിയോയിഡ്. ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ്. പോൾസിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി ബൾജ് ചെയ്തിട്ടുള്ള ഗോളാകൃതിയെയാണ് ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം എർത്ത് ഷേപ്ഡ്, ഭൂമിയുടെ ആകൃതി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ കോസ് വാരീഡ് എഫക്ട്സ്. എക്സ്പ്ലെയിൻ ദ എഫക്ട്സ്. ഭ്രമണവും പരിക്രമണവും ഭൂമിയിൽ വ്യത്യസ്ത എഫക്ട്സുകളാണ് ഉണ്ടാക്കുന്നത്. ആ എഫക്റ്റുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ബൈ ദി റൊട്ടേഷൻ ആൻഡ് സീസൺസ് ആർ കോസ്ഡ് ബൈ ദി റവല്യൂഷൻ ഓഫ് ദി എർത്ത്. റൊട്ടേഷൻ്റെ ഫലമായിട്ട് നൈറ്റും ഡേയും ഉണ്ടാകുന്നു. റവല്യൂഷൻ്റെ എഫക്റ്റായിട്ട് സീസണൽ ചേഞ്ചസും ഉണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if one longitude is drawn for every 1 degree of angular distance, how many longitudes will be there on the earth? 1 ഡിഗ്രി കോണീയ അകലത്തിന് ഒരു ലോഞ്ചിറ്റ്യൂഡ് എന്ന ക്രമത്തിൽ വരച്ചാൽ ഭൂമിയിൽ എത്ര ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടാകും? ആൻസർ 360 degrees. Subscribe my channel, press bell icon for new notifications. Thank you for watching my video.